Hello friends, welcome to once. Kerala PSC, Kerala Water Authority, Assistant Engineer Electrical പോസ്റ്റിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ സ്റ്റാർ നെറ്റ്വർക്ക് എന്താണ്, ഡെൽറ്റ നെറ്റ്വർക്ക് എന്താണ്, എങ്ങനെയാണ് സ്റ്റാർ നിന്ന് ഡെൽറ്റയിലേക്കും ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്കും മാറ്റുക എന്നുള്ളതിൻ്റെ ട്രിക്സ് വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് നമുക്ക് രണ്ട് കൺവേർഷനും പഠിക്കണം. ഡെൽറ്റയിൽ നിന്ന് സ്റ്റാർ ആക്കാനും പഠിക്കണം, സ്റ്റാർ എന്ന് ഡെൽറ്റ ആക്കാനും നമ്മൾ പഠിക്കണം. രണ്ടും പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡെൽറ്റ നെറ്റ്വർക്കും എന്താണ് സ്റ്റാർ നെറ്റ്വർക്കും? ഡെൽറ്റ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ തരത്തിൽ നെറ്റ്വർക്ക് എലിമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കോൺഫിഗറേഷൻ ആണ് ഡെൽറ്റ നെറ്റ്വർക്ക്. അതേപോലെ ഈ തരത്തിൽ നെറ്റ്വർക്ക്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കോൺഫിഗറേഷൻ ആണ് സ്റ്റാർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു അറേഞ്ച്മെന്റ്സ് ഓഫ് എലിമെന്റ്സ് ഇൻ എ സർക്യൂട്ട്, അതിനൊരു പ്രത്യേക കോൺഫിഗറേഷന്റെ പേര് കൊടുത്തു എന്നേ ഉള്ളൂ, ഡെൽറ്റ നെറ്റ്വർക്ക് ആൻഡ് സ്റ്റാർ നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്തിനാണ് നമ്മൾ ഈ ഡെൽറ്റയിലും സ്റ്റാറിലും നെറ്റ്വർക്കിനെ കോൺഫിഗർ ചെയ്യുന്നത്? ഡെൽറ്റ നെറ്റ്വർക്കിനും സ്റ്റാർ നെറ്റ്വർക്കിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് പവർ ഡിസ്ട്രിബ്യൂഷൻ ലെവലിലുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അതിലേക്ക് പോകണ്ട, തൽക്കാലം ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താണ് അതിലെ അപ്ലിക്കേഷൻ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക? മെയിനായിട്ട് ഒരു നെറ്റ്വർക്ക് തന്നു കഴിഞ്ഞാൽ ചില നെറ്റ്വർക്കുകൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് KVL-ഉം KCL-ഉം ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റിയ ഫോമിലായിരിക്കില്ല. ചില സമയത്ത് നമ്മൾ അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് അതിനെ മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഡെൽറ്റ സ്റ്റാർ ഒരു കോൺഫിഗർ ചിലപ്പോൾ ഡെൽറ്റയിലുള്ള നെറ്റ്വർക്കിനെ ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക, പക്ഷെ അത് സ്റ്റാർ ആക്കി മാറ്റുന്ന സമയത്തായിരിക്കും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമുണ്ടാവുക. തിരിച്ചും സംഭവിക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അവിടെ കുറച്ച് റെസിസ്റ്റേഴ്സിന്, ഡെൽറ്റയിലുള്ള റെസിസ്റ്റേഴ്സിനും സ്റ്റാറിലുള്ള റെസിസ്റ്റേഴ്സിനും പേര് അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ പേരിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, എന്താണ് ആ ഇക്വേഷനിൽ എങ്ങനെയാണ് ടേംസിനെ എഴുതുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന നെയിമിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡെൽറ്റയിൽ RA RB RC കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാർ നിങ്ങളൊന്ന് എടുത്തു കഴിഞ്ഞാൽ, ഈ സ്റ്റാറിനെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഞാൻ ആ സ്റ്റാർ നെറ്റ്വർക്കിനെ വരയ്ക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് ആ പേര് ആ രീതിയിൽ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, RA എന്ന് പറയുന്ന റെസിസ്റ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന റെസിസ്റ്ററിനെ R1 എന്നും, RB എന്ന് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതിന് R2 എന്നും, RC എന്ന് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതിന് R3 എന്നും വരച്ചിരിക്കുന്നു. അത് മാത്രമാണ് അതിലെടുത്തിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എങ്ങനെ പേര് കൊടുത്താലും എന്ത് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാലും മാറ്റാനുള്ള ഐഡിയയും ഇക്വേഷൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? നമുക്ക് തരിക ഇങ്ങനെ ഒരു ഡെൽറ്റ നെറ്റ്വർക്ക് ആയിരിക്കും. ആ ഡെൽറ്റ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ തരും. ഇത് ഇത്ര, ഇത് ഇത്ര, ഇത് ഇത്ര. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ സ്റ്റാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്ര, ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്ര, ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്ര, ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട, അതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൽക്കാലം നമുക്ക് ഈ രണ്ട് നെറ്റ്വർക്കും കൂടെ ഒരുമിച്ചുള്ള നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇവിടെ നെയിമിംഗ് വന്നിരിക്കുന്നത് ദിസ് ഈസ് RA, ദിസ് ഈസ് RB ആൻഡ് ദിസ് ഈസ് RC. Corresponding star notations are this is R1, this is R2 and R3. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R1 R2 R3 അല്ലേ? കാരണം ഡെൽറ്റ നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, RA RB RC തന്നിട്ടുണ്ട്. നമുക്ക് R1 R2 R3 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ R1 ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. സോ R1 ഈസ് ഈക്വൽ ടു R1 കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, R1ന്റെ തൊട്ടപ്പുറത്തും തൊട്ടിപ്പുറത്തുള്ള റെസിസ്റ്റേഴ്സ് ആരാന്ന് നോക്കുക. ആരൊക്കെയാ? RBയും RCയും. അതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാം. RB ഇൻറ്റു RC ഡിവൈഡഡ് ബൈ RA പ്ലസ് RB പ്ലസ് RC ഡിവൈഡഡ് ബൈ RA പ്ലസ് RB പ്ലസ് RC. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ R2ന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? വാട്ട് വിൽ ബി R2? R2 എവിടെയായിരിക്കുന്നത്? ഇവിടെ. R2ന്റെ തൊട്ട് ലെഫ്റ്റിലും തൊട്ട് റൈറ്റിലും ഇടവും വലവും നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? RA
RC. അതിന് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. സോ RA ഇൻറ്റു RC ഡിവൈഡഡ് ബൈ എല്ലാത്തിനെയും കൂട്ടി എഴുതാം. RA പ്ലസ് RB പ്ലസ് RC. അങ്ങനെയാണെങ്കിൽ R3 എന്തായിരിക്കും? സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? R3 ഈസ് ഈക്വൽ ടു, R3 എവിടെയാണ് ഇരിക്കുന്നത്? ഇവിടെ. ഇടവും വലവും ആരാ? RBയും RAയും. സോ RA ഇൻറ്റു RB ഡിവൈഡഡ് ബൈ RA പ്ലസ് RB പ്ലസ് RC. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നൊട്ടേഷൻസിൽ യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഈ റെസിസ്റ്റൻസ് ആണോ കാണേണ്ടത്? സ്റ്റാറിൽ ഈ റെസിസ്റ്റൻസ് ആണോ കാണേണ്ടത്? ഡെൽറ്റയിൽ ആ റെസിസ്റ്ററിന്റെ അപ്പുറവും ഇപ്പുറവും ആരാണോ അവരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഡെൽറ്റയിലുള്ള 3 റെസിസ്റ്ററിനെയും ആഡ് ചെയ്യുക. രണ്ടിന്റെ റേഷ്യോ കാണുക. ഈ റെസിസ്റ്റൻസ് ആണോ കാണേണ്ടത്? ഇതിന്റെ ഇടവും വലവും നിൽക്കുന്ന റെസിസ്റ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഡെൽറ്റയിലുള്ള 3 റെസിസ്റ്റേഴ്സിനെ കൂട്ടുക. റേഷ്യോ കാണുക. സോ അതാണ് എന്ത്? പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ സം. അതാണ് ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ. സിമ്പിൾ ആണ്. അതിന്റെ എക്സ്പ്രഷൻ ഇവിടെ ഒന്നും കൂടെ ഞാൻ എഴുതിയിരിക്കുന്നതാണ്. R1 എന്ന് പറയുന്നത് ഇവിടെ നൊട്ടേഷൻസ് എങ്ങനെയാ വരുന്നത്? സോ ദിസ് ഈസ് RA, RB ഏതായിരുന്നു? ദിസ് ഈസ് RB, RC, ദിസ് ഈസ് R1, R2, R3. എന്തിനാ ഇപ്പൊ നൊട്ടേഷൻ ശ്രദ്ധിക്കുന്നത്? എന്താന്ന് വെച്ചാൽ ഇക്വേഷൻ കറക്റ്റ് ആയി വരണം. അതുകൊണ്ട് ഇത് ബൈ ഹാർട്ട് ചെയ്യരുത് ഒരിക്കലും. എങ്ങനെയാ വരുന്നത്? R1 ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ, ഈ റെസിസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇയാളാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇയാളെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിനെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ ടോട്ടൽ. ആ എക്സ്പ്രഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഡെൽറ്റ നെറ്റ്വർക്കിലെ 3 റെസിസ്റ്റേഴ്സും ഈക്വൽ ആണെന്ന് വിചാരിക്കാം. ഇഫ് RA ഈക്വൽ ടു RB ഈക്വൽ ടു RC ഈക്വൽ ടു R, സെയിം റെസിസ്റ്റൻസ് വാല്യൂ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ R1ന്റെ വാല്യൂ നിങ്ങളൊന്ന് പറഞ്ഞേ. R1, വാട്ട് ഈസ് R1? R1 എന്ന് പറയുന്നത് എങ്ങനെയാ കാണുക? ഇടവും വലവും നിൽക്കുന്ന ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇടവും വലവും നിൽക്കുന്ന ആരാ? എല്ലാ റെസിസ്റ്റേഴ്സും സെയിം ആണെന്നാ പറയുന്നത്. അപ്പൊ ഇടവും വലവും നിൽക്കുന്ന ആരാ? R-ഉം R-ഉം. അപ്പൊ R-നെയും മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ 3 റെസിസ്റ്റേഴ്സിനെയും കൂട്ടുക. ഇത് R, ഇത് R, ഇത് R. സോ R പ്ലസ് R പ്ലസ് R എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു R സ്ക്വയർ ഡിവൈഡഡ് ബൈ 3R. ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയറും ആറും കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താ ഉണ്ടാവുക? R/3. സോ R1 വാല്യൂ ഈസ് R/3. അങ്ങനെയാണെങ്കിൽ R2 വാല്യൂ എന്തായിരിക്കും എന്ന് പറഞ്ഞേ? R2 എടോ എല്ലാ റെസിസ്റ്റേഴ്സും സെയിം അല്ലേ? R1ന്റെ ഇടവും വലവും R ആണെങ്കിൽ R2ന്റെ ഇടവും വലവും R തന്നെ ആയിരിക്കില്ലേ? സോ സെയിം ഇക്വേഷൻ R ഇൻറ്റു R ഡിവൈഡഡ് ബൈ R പ്ലസ് R എന്ത് വരും? R സ്ക്വയർ ഡിവൈഡഡ് ബൈ 3R, ദാറ്റ് ഈസ് R/3. അങ്ങനെയാണെങ്കിൽ R3 എന്ത് തന്നെ വരിക? R/3. അപ്പോൾ സെയിം റെസിസ്റ്റൻസുകളുള്ള ഒരു ഡെൽറ്റ നെറ്റ്വർക്ക് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാർ നെറ്റ്വർക്കിലുള്ള റെസിസ്റ്റേഴ്സിനെ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡിവൈഡ് ബൈ 3. ഓക്കെ, ഡെൽറ്റ നെറ്റ്വർക്കിലുള്ള റെസിസ്റ്റേഴ്സ് 9 ഓം ആണെന്ന് വിചാരിക്കാം. എല്ലാ ഡെൽറ്റയിലുള്ള 3 റെസിസ്റ്റേഴ്സും 9 ഓം ആണ്. കറസ്പോണ്ടിങ് സ്റ്റാറിലുള്ള റെസിസ്റ്റേഴ്സ് എത്രയായിരിക്കും? 9 ഡിവൈഡഡ് ബൈ 3 ഓം. ഓക്കെ, അപ്പോൾ ഡെൽറ്റയിൽ 9 ഉണ്ടായിരുന്നത് സ്റ്റാറിൽ എത്തിയപ്പോൾ എത്രയായി? 3 ആയി. ഡെൽറ്റയിൽ R ഉണ്ടായിരുന്നത് സ്റ്റാറിൽ എത്തിയപ്പോൾ എത്രയായി? R/3 ആയി. കുറഞ്ഞോ കൂടിയോ? കുറഞ്ഞു. അപ്പോ ഇംപിഡൻസ് വാല്യൂ റെഡ്യൂസസ് വെൻ കൺവേർട്ടിംഗ് ഫ്രം ഡെൽറ്റ ടു സ്റ്റാർ. ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇംപിഡൻസ് വാല്യൂ, റെസിസ്റ്റൻസിന്റെ വേറൊരു പേരാണ് ഇംപിഡൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റർ ഓഫർ ചെയ്യുന്ന പ്രതിരോധം, അതാണ് റെസിസ്റ്റൻസ്. ഇനി റെസിസ്റ്റർ മാത്രമല്ലല്ലോ ഉണ്ടാവുക, ഇതിന് പകരം എന്തുണ്ടാവാം? കപ്പാസിറ്റേഴ്സ് വരാം, ഇൻഡക്ടേഴ്സ് വരാം. എല്ലാത്തിനും ഈ ട്രാൻസ്ഫോർമേഷൻ ബാധകമാണ്. റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും വരുമ്പോൾ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇംപിഡൻസ്. അപ്പോൾ ജനറലി ആറിന് പകരം Z പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇംപിഡൻസ് വാല്യൂ എന്തായി മാറും? ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് മാറുന്ന സമയത്ത് ഇംപിഡൻസ് വാല്യൂ എന്തായിട്ട് മാറും? കുറയും. 1/3 ആയിട്ട് കുറയും. അപ്പൊ ഞാൻ അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡെൽറ്റ ടു സ്റ്റാർ, ഇത് ശരിക്കും ഡിക്രീസ് എന്ന് പറയുന്നതല്ലേ? ഇതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് പറഞ്ഞുകൂടെ? D2S. അപ്പൊ ഡിക്രീസ് D2S, ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് മാറ്റുമ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ എന്തായിട്ട് മാറും? 1/3 ആയിട്ട് കുറയും. 1/3 ആയിട്ട് സെയിം വാല്യൂ ആണെങ്കിൽ, അല്ലെങ്കിൽ കുറയുന്നത് എത്രയാണെന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കുമ്പോഴേ പറയുള്ളൂ. സെയിം റെസിസ്റ്റൻസ് വാല്യൂ ആണെങ്കിൽ അതിന്റെ 1/3 ആയിട്ട് മാറും ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്കുള്ള ഇക്വലന്റ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അതാണ് ഒരു ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡെൽറ്റ ടു സ്റ്റാർ സിമ്പിൾ ആണ്. അപ്പൊ സ്റ്റാർ ടു ഡെൽറ്റയും സിമ്പിൾ ആയിരിക്കും.
സ്റ്റാർ ടു ഡെൽറ്റ. എങ്ങനെ സ്റ്റാർ ടു ഡെൽറ്റ കാണാം? നേരത്തെ അതേ നൊട്ടേഷൻസ് ഞാനിവിടെ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇക്വേഷൻസ് ഞാനിവിടെ അപ്ലൈ ചെയ്യാണ്. സോ ദിസ് ഈസ് RA, RB and RC. This is R1, R2 and R3. ഓക്കെ, ഇതില് നമുക്ക് എന്താ സ്റ്റാർ ടു ഡെൽറ്റയാണ് കാണേണ്ടത്. സ്റ്റാർ എന്ന് ഡെൽറ്റയിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ എന്തിന്റെ എക്സ്പ്രഷൻസ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്? സ്റ്റാറിൽ നമ്മൾ കൊടുത്ത നൊട്ടേഷൻസ് എന്താ? R1, R2, R3. ഡെൽറ്റയിൽ നമ്മൾ കൊടുത്ത നൊട്ടേഷൻസ് എന്താ? RA, RB ആൻഡ് RC. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിന്റെ വാല്യൂ ആയിരിക്കും കാണേണ്ടി വരിക? RAന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് R1, R2, R3, RBയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് R1, R2, R3, RCയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് R1, R2, R3. സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഏത് ഇക്വലന്റ് ഡെൽറ്റ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റാറിൽ തന്നിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ പേയേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ, രണ്ടുപേരെ എടുത്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ കാണാം. അതായത് R1, R2 കാണുക, R2, R3 കാണുക, R3, R1 കാണാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫൈൻഡ് paired multiplication R1, R2, R2, R3 and R1, R3 divided by ഏത് റെസിസ്റ്റൻസ് ആണോ ചോദിച്ചത്, RA ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇനി ആർബിക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം. എങ്ങനെ? പെയർ മൾട്ടിപ്ലിക്കേഷൻ R1, R2. അപ്പൊ ശരിക്കും സ്റ്റാർ ടു ഡെൽറ്റ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? സ്റ്റാറിലുള്ള റെസിസ്റ്റേഴ്സിന്റെ ഒക്കെ പെയർഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കൂട്ടി വെക്കുക. അതെന്തായാലും വേണം, ഡിനോമിനേറ്റർ മാത്രമേ മാറുന്നുള്ളൂ. സോ R1, R2, R2, R3 പ്ലസ് R1, R3. ചോദിച്ചിരിക്കുന്ന ആരാ? RB നോക്കുക. എവിടെ RB ഇരിക്കുന്നത്? ദിസ് ഈസ് RB. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ കാണാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാരാ? R2. അത് വെച്ച് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ RC എന്തായിരിക്കും? ഫസ്റ്റ് പെയർഡ് മൾട്ടിപ്ലിക്കേഷൻ R1, R2 പ്ലസ് R2, R3 പ്ലസ് R1, R3 ഡിവൈഡഡ് ബൈ RC അല്ലേ കാണേണ്ടത്? RC എവിടെ ഇരിക്കുന്നത്? RCന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരാ? R3 വെച്ച് ഡിവൈഡ് ചെയ്യാം. So these are the equations for star delta transformation. വായിക്കുന്നത് എന്താന്ന് വെച്ചാൽ അതിന്റെ അടിയിൽ വൃത്തിയായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എക്സ്പ്രഷൻ. So these are the expressions corresponding to star delta transformation. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് സ്റ്റാർ ഡെൽറ്റ. അപ്പൊ സ്റ്റാറിനെ ഡെൽറ്റ ആക്കണം. അപ്പൊ സ്റ്റാറിൽ തന്നിട്ടുണ്ടാവും വെച്ചാൽ ദിസ് ഈസ് R1. നൊട്ടേഷൻസ് ഓർത്ത് വെക്കണ്ട എന്നുള്ള പറയാനുള്ള കാരണം അതാണ്, നമുക്ക് തന്നെ അവസാനം കൺഫ്യൂഷനാണ്. R1, R2, R3 തന്നിട്ടുണ്ടാവും. R1, R2, R3 അല്ല കാര്യം, റെസിസ്റ്റൻസ് വാല്യൂ തന്നിട്ടുണ്ടാവും. 3 റെസിസ്റ്റൻസ് വാല്യൂ തന്നിട്ടുണ്ടാവും. ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? ഇവരെ രണ്ടുപേരെ ഗുണിക്കുക, കൂട്ടി വയ്ക്കുക. ഇയാളെ കാണണമെങ്കിൽ എന്ത് ചെയ്യുക? കൂട്ടി വെച്ച ആള് ഡിവൈഡർ ബൈ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന റെസിസ്റ്റൻസ്. ഇയാളെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? നേരത്തെ കൂട്ടി വെച്ച ആള് ഡിവൈഡർ ബൈ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന റെസിസ്റ്റൻസ്. ഇയാളെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? കൂട്ടി വെച്ച വാല്യൂ ഡിവൈഡർ ബൈ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന റെസിസ്റ്റൻസ്. ഇതാണ് ജനറൽ തമ്പ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ഒബ്സർവ് ചെയ്യണം? നേരത്തെ ഒബ്സർവ് ചെയ്ത പോലെ ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻ. അതായത് ഇഫ് R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R3, അതായത് ഈ റെസിസ്റ്റൻസും R, ഈ റെസിസ്റ്റൻസും R, നമുക്ക് RA, RB, RC കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. ഒന്ന് എക്സ്പ്രഷൻ പ്രകാരം പറഞ്ഞേ. വാട്ട് ഈസ് RA? R1, R2, R1, R3, R2, R3 രണ്ട് റെസിസ്റ്റേഴ്സിന്റെ പേര്. എല്ലാം R ആണെങ്കിൽ എന്ത് സംഭവിക്കും? R1, R2 എന്ന് പറഞ്ഞാൽ R × R സ്ക്വയർ. രണ്ടാമത്തത് R × R സ്ക്വയർ. മൂന്നാമത്തതും R × R സ്ക്വയർ ഡിവൈഡഡ് ബൈ R1. അതും എത്രയാ? R. So this is equal to R square plus R square plus R square എത്രയാ? 3R square. 3R square divided by R. R ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3R. സ്റ്റാറിൽ R ആണ് റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടായത്. ഡെൽറ്റയിൽ നോക്കുമ്പോൾ എത്രയായി? 3R. സിമിലർലി വാട്ട് വിൽ ബി R1? R1, R2, R1, R3, R2, R3 എത്രയാ? R square plus R square plus R square 3R square divided by R2ന്റെ വാല്യൂ എത്രയാ? R. 3R square by R എത്രയാ? 3R. സിമിലർലി RCയുടെ വാല്യൂ എന്ത് വരും? 3R.
കണ്ടോ? അപ്പോ സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്ക്, ഡെൽറ്റയിൽ നിന്ന് സ്റ്റാർ ആക്കുമ്പോൾ എന്താ? ഡിക്രീസ്. ഡെൽറ്റയിൽ നിന്ന് സ്റ്റാർ ആക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് വാല്യൂ കുറയും. സ്റ്റാർ എന്ന് ഡെൽറ്റ ആക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് വാല്യൂ എന്താവും? കൂടും. 3 ഈക്വൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാവും? 3R. ഡെൽറ്റയിൽ നിന്ന് സ്റ്റാർ ആക്കുന്ന സമയത്ത് 3 ഈക്വൽ വാല്യൂ ആണെങ്കിൽ റെസിസ്റ്റൻസ് വാല്യൂ എന്താവും? R/3. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. സോ ഈ സ്റ്റെപ്സ് ഓർത്തിരിക്കുക. ഡെൽറ്റയെ സ്റ്റാർ ആക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെൽറ്റയെ സ്റ്റാർ ആക്കുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവനെ 2 മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇവനെയാണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഇവനെ 2 മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇവനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ത് ചെയ്യുക? ഇവനെ 2 മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഓക്കെ, 3 റെസിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ ഡെൽറ്റ ടു സ്റ്റാർ ഡിക്രീസ് R/3 ആയിട്ട് മാറും. ഇനി സ്റ്റാർ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാറിൽ തന്നിരിക്കുന്ന എല്ലാ റെസിസ്റ്റൻസിന്റെയും പെയർഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, കൂട്ടി വയ്ക്കുക. ഏത് റെസിസ്റ്റൻസ് വാല്യൂ ആണോ കാണേണ്ടത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന റെസിസ്റ്റൻസ് വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ ദിസ് ഈസ് ദ ജനറൽ പ്രൊസീജിയർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ട്രാൻസ്ഫോർമേഷന്റെ ജനറൽ പ്രൊസീജിയറിനെ പറ്റി പറയാനുള്ളത്. സോ ഇതിന്റെ പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് ചെയ്യാമത്. അപ്പോൾ ഈ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ വൺസ് ആപ്പ് വഴി അവൈലബിൾ ആണ്. നിങ്ങൾക്കത് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാം. നമ്പേഴ്സും കിട്ടും, കോൺടാക്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.